അല്ല, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കോടതി വിധിയിലുള്ളത്. വഴിവിട്ട് സ്വജനപക്ഷപാതം കാട്ടി ADGPയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, അദൃശ്യ ശക്തികളാണ്. ഞങ്ങൾ പറയാറുള്ളതാണ് അദൃശ്യശക്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം ആണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷ ആരോപണം. കോടതിക്ക് ഉപജാപക സംഘം എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അദൃശ്യശക്തി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസിനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളുണ്ട്. ഈ കേസുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കേസുമായിട്ടും അതിനുവേണ്ടി അദൃശ്യ ശക്തിയില്ല. അവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വഴിവിട്ട കാര്യങ്ങൾ, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒരു ആരോപണം ഞാൻ ഉന്നയിച്ച ആരോപണമാണ് അദ്ദേഹത്തെ കുറിച്ച്. RSS നേതാവ് ഹൊസബലയുമായി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ച നടത്തി. അതാണ് ഒരു ആരോപണം. ആദ്യം നിഷേധിച്ചു അല്ലേ, പിന്നെ ശരിവെച്ചു. രണ്ടാമത് പൂരം കലക്കി നേതൃത്വം കൊടുത്തത് ഈ ഉദ്യോഗസ്ഥർ വെച്ചിട്ടാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള BJPയും CPMുമായിട്ടുള്ള അവിഹിത ബാന്ധവത്തിന്റെ ഭാഗമായി അവിടെ പൂരം കലക്കുകയും രക്ഷകന്റെ റോളിൽ സുരേഷ് ഗോപിക്ക് പ്രത്യക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതും ഈ ഉദ്യോഗസ്ഥർ. രണ്ട് കാര്യങ്ങളിൽ വഴിവിട്ട് മുഖ്യമന്ത്രിയെ സഹായിച്ചതാണ്. അതുകൊണ്ടാണ് വഴിവിട്ട് അയാളെ കേസിൽ അയാളെ സംരക്ഷിക്കുന്നത്. അത് കോടതിയുടെ വിധി ക്ലിയറാണ്. ആ ഫൈൻഡിങ് ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾക്കെതിരായ കേസുകൾ തള്ളിക്കൊണ്ടുള്ള അതിന്റെ റീസണിങ്ങിൽ തന്നെ അത് വ്യക്തമാണ്. ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് നോർമൽ കേസിൽ വിജിലൻസ് കൊടുക്കുന്ന റിപ്പോർട്ട് സാധാരണ കോടതി സ്വീകരിക്കും. വളരെ അപൂർവം കേസുകളിലാണ് റിജക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ വഴിവിട്ട് വിജിലൻസിനെ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. കോടതി പോണെ പോട്ടെ. പക്ഷേ ഞങ്ങളുടെ ചോദ്യം, KM മാണിയെ കുറിച്ച് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് കമന്റ് പറഞ്ഞപ്പോൾ KM മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരായി ഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. രാജി പോയിട്ട് മിണ്ടാട്ടം പോലുമില്ല, സംസാരം പോലുമില്ല, മറുപടി പോലുമില്ല, ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, മൗനം അവലംബിച്ചിട്ടില്ല.